ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പറശ്ശിനിക്കടവ് വിശേഷങ്ങളുമായിട്ടാണ്. നാട്ടിൽ പോകുമ്പോൾ എല്ലാം നമ്മൾ ഇപ്പോൾ ഒരു മാസത്തെ ലീവിലാണ് നാട്ടിൽ പോകുന്നതെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു 2 തവണ നമ്മൾ പറശ്ശിനിക്കടവ് പോവും. മുത്തപ്പൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ അവിടുത്തെ കാഴ്ചകളെല്ലാം കാണും. ഇപ്രാവശ്യം പോയപ്പോഴും അതുപോലെ തന്നെ എനിക്കൊരു 2 മാസം നാട്ടിൽ ചിലവഴിക്കാൻ കിട്ടിയിരുന്നു. അപ്പം ഞാൻ പതിവായിട്ട് പോകുന്ന സ്ഥലമാണ് പറശ്ശിനിക്കടവ്. സത്യം പറഞ്ഞാൽ കണ്ണൂരുകാർക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സ്ഥലമാണ് പറശ്ശിനിക്കടവ്. എത്ര നമ്മൾ പോയാലും കണ്ടാലും ഒന്നും നമുക്ക് മതി വരത്തില്ല, അങ്ങനൊരു സ്ഥലമാണ്. അവിടെ ജാതി മതഭേദമന്യേ എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു അമ്പലമാണ്. സത്യം പറഞ്ഞാൽ അവിടെയുള്ള പ്രസാദങ്ങൾ, അതായത് തേങ്ങാപ്പുളും അതുപോലെ പയറ് വേവിച്ചതൊക്കെയാണ് അവിടുത്തെ പ്രസാദങ്ങൾ. അത് കൊണ്ടുവരുന്നത് പോലും ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അതവർക്ക് ആചാരം കൽപ്പിച്ചതാണത്. അവർ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാലേ മുത്തപ്പന് തൃപ്തിയാവുള്ളൂ. അതുപോലെ ഒരുപാട് വർഷം ജോലി ചെയ്ത ഒരാളുണ്ടായിരുന്നു അവിടെ, ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. അവർ എന്തോ ഒരു ആവശ്യാർത്ഥം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ആ ജോലി നിർത്തി പോവുകയാണ്. അപ്പോൾ അവിടുത്തെ അമ്പലത്തിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. കാരണം അവർ വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ അവരാവശ്യം അത് പറയുമ്പോൾ പിന്നെ നമ്മൾ അത് ഇതാക്കി കൊടുത്തല്ലേ മതിയാവുള്ളൂ, സമ്മതിച്ചു കൊടുത്തല്ലേ മതിയാവുള്ളൂ. അങ്ങനെ അവർ ഗൾഫിൽ പോയി. അതിന് പകരം വേറൊരാളെ വെച്ചിട്ട് വേറൊരാൾ ഇങ്ങനെ വന്ന് പയറും തേങ്ങാപ്പൂളും ഒക്കെ അവിടെ എത്തിക്കണ ഒരു സംവിധാനമാക്കി. പക്ഷെ അത് മുത്തപ്പന് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് അവർ ജോലി ചെയ്ത ആൾ തന്നെ വേണം എന്ന് പറയുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ആ ഗൾഫിൽ പോയ ആൾ തിരിച്ചു വന്നു. അവർക്കും അവിടെ ശരിയാവണില്ല, ജോലി ചെയ്തിട്ട് എനിക്ക് പഴയ ജോലി തന്നെ മതിയെന്ന് പറഞ്ഞ് അവർ തിരിച്ചു വന്നു. ഇപ്പോഴും അവർ തന്നെയാണ് ആ ജോലി ചെയ്യുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബോട്ട് യാത്ര ചെയ്യാം. ഇപ്പം പുതിയ ബോട്ടുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് അവിടെ. ശരിക്ക് പറശ്ശിനി മുത്തപ്പൻ്റെ ആ ഗോപുരമില്ലേ, ആ ഒരു മോഡലിലുള്ള ബോട്ടുകളൊക്കെയാണ് അവിടെയുള്ള. ബോട്ട് യാത്രയൊക്കെ നല്ല രസമാണ്. അമ്പലത്തിൻ്റെ മുന്നിലെ കൂടെ നമ്മളൊന്ന് കൊണ്ടുപോയി തിരിച്ചു അവിടെ തന്നെ ബോട്ട് ജെട്ടി തന്നെ വിടും. അത് പല തരത്തിലുള്ളതുണ്ട് കേട്ടോ. ഒരു മണിക്കൂറിൻ്റെതുണ്ട്, അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് പോയി ജസ്റ്റ് ഒരു റൗണ്ട് വെച്ചിട്ട് വരുന്നതും, അതുപോലെ ഒരു ദിവസത്തതും ഉണ്ട്. ഇത് വലിയ ബോട്ടാണ് കേട്ടോ. അത് 10, 100, 150 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റിയും ഒക്കെ. അതിൻ്റെ അകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് താനും. പിന്നെ പറയത്തക്ക വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ പോയാൽ സമയം നമുക്ക് അങ്ങോട്ട് മുന്നിലോട്ട് നീങ്ങി പോകുന്നത് അറിയത്തില്ല. നമുക്ക് വേറെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ വേറെ സമയം കണ്ടെത്തി നമുക്ക് അവിടെ പോയേ മതിയാവുള്ളൂ. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് അവിടെ. തിരിച്ചു വരണം നമുക്ക് തോന്നൂല. പിന്നെ പാലത്തിൻ്റെ മേലെ കൂടെയൊക്കെ പോയി അതിൻ്റെ അപ്പുറത്തൊക്കെ പോയി, സത്യം പറഞ്ഞാൽ പാലത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് മുത്തപ്പന് കള്ള് നിവേദ്യം കൊണ്ടുവരിക. മുത്തപ്പന് അവിടുന്ന് ഏറിയ കള്ള് ആദ്യം അവരിവിടെ എത്തിക്കും നിവേദ്യമായിട്ട്. അത് എല്ലാ ഭക്തജനങ്ങൾക്കും കുറേശ്ശെ കൊടുക്കുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പോയാലൊക്കെ അവിടെ പോകാറുണ്ട്, എല്ലാ സ്ഥലവും കാണാൻ പോകാറുണ്ട്. പിന്നെ അതുപോലെ കടകളിലും അവിടുത്തെ കടകളിലും കാര്യങ്ങളിലെല്ലാം നോക്കി എല്ലാ കാര്യങ്ങളും കണ്ട ശേഷമാണ് ഇപ്രാവശ്യം തിരിച്ചു പോകുന്നത്. സത്യം പറഞ്ഞാൽ വൈകുന്നേരം വരെ ആയിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ തോന്നുന്നില്ല, അങ്ങനെ ആയിപ്പോയി. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഇപ്രാവശ്യം പോയിട്ടുണ്ടാവും അവിടെ. എൻ്റെ അപ്പു നേരത്തെ വന്നതുകൊണ്ട് അവൻ ആ ഭാഗ്യം കിട്ടിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടി ആ ഭാഗ്യം. അപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണൂർക്കാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ്. ആരും ഇവിടെ പോകാതെ ഇരിക്കുന്നില്ല. കാരണം ജാതിഭേദമന്യേ അങ്ങോട്ട് പോകാൻ പറ്റുന്നത് കൊണ്ട് എല്ലാവരും പോകും. എൻ്റെ ഫ്രണ്ട്സെല്ലാം ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ, അതും കൂടെ ഞാൻ പറയുവാണേ. അപ്പോൾ കണ്ണൂർ പോകാൻ അവസരം കിട്ടുവാണെങ്കിൽ എല്ലാവരും നിർബന്ധമായും തീർച്ചയായും ഒന്ന് സന്ദർശിക്കേണ്ട സ്ഥലമാണ് പറശ്ശിനി മുത്തപ്പൻ്റെ മടപ്പുര. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്